ജൂലിയാസ് കിച്ചൺ ഇൻ ഓസ്ട്രേലിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് റോസ്റ്റ് അല്ലെങ്കിൽ കൊഞ്ച് മസാല എന്ന് പറയാമേ. അപ്പോഴേ ഞാൻ കൊഞ്ച് വൃത്തിയാക്കി, ഇവിടെ ഓൾറെഡി ഫ്രോസണായിട്ട് കിട്ടുന്ന കൊഞ്ചാണ്, എല്ലാം വൃത്തിയാക്കി കിട്ടുന്നത്. പിന്നെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി കഴുകിയെടുത്തു. പിന്നെ രണ്ടായിട്ടൊന്ന് മുറിച്ചു, വലിയ കൊഞ്ചായതുകൊണ്ട് രണ്ടായിട്ട് മുറിച്ചു. ഈ സിസറും കൊണ്ട് നമുക്ക് വേഗത്തിൽ രണ്ടായിട്ട് മുറിക്കാൻ പറ്റും. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ, കാണാമോ? ഓക്കെ. അപ്പോൾ ഇത് സിസറും കൊണ്ടാകുമ്പോൾ എളുപ്പമുണ്ട്, ഇങ്ങനെ മുറിക്കാനായിട്ട് എളുപ്പമുണ്ട്. ഈ കൊഞ്ചിൻ്റെ തൊലി പൊളിക്കാനായിട്ട് നമ്മൾ ഗൾഫിലൊക്കെ ഒരു ആനക്കൊമ്പിൻ്റെ ഒരു ചെറിയൊരു വളഞ്ഞൊരു സാധനം കിട്ടും. ഞങ്ങൾ ഇപ്പം ഇവിടെ ഇല്ല, നാട്ടിലൊക്കെ അതുകൊണ്ടാണ് പൊളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊഞ്ചിൻ്റെ തൊലി എടുത്ത് പൊളിച്ച് കഴിഞ്ഞാൽ അത് രണ്ട് കുടുങ്ങി വരും, തൊലിയും അതിൻ്റെ അകത്തേതും കൂടെ, അകത്തെ ആ കുടലും കുടുങ്ങി വരും. അങ്ങനെ ഒന്നും അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എളുപ്പമാണ്. ഞങ്ങൾ കൊഞ്ച് പൊളിച്ച്, ഇപ്പോൾ ഞങ്ങൾക്കിപ്പം കൂടുതൽ കൊഞ്ച് കിട്ടുവാണെങ്കിൽ അത് പൊളിച്ച് ഞങ്ങൾ കുറച്ചായിട്ട് ഫ്രീസറിൽ വെക്കും. നേരം എന്തെങ്കിലും ഒരു മീനൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങൾ എടുത്തത് അത് കൊഞ്ചധികം കേടാകത്തില്ല. നമ്മൾ പൊളിച്ച് വെള്ളം തൊടാതെ പൊളിച്ച് വെച്ചിരുന്നാൽ, ഫ്രീസറിൽ വെച്ചിരുന്ന കൊഞ്ചധികം കേടാകത്തില്ല. പിന്നെ നാട്ടിലൊക്കെ കറണ്ട് പോകുന്നതുകൊണ്ട് ചിലപ്പം കേടാകും. തിരുവനന്തപുരത്തൊക്കെ കറണ്ട് അധികം അങ്ങനെ പോകത്തില്ല. അതുകൊണ്ട് ഞങ്ങളങ്ങനെ പൊളിച്ച് വെച്ചിരിക്കും. അപ്പം കുറച്ച് ഞങ്ങളെടുത്ത് പെട്ടെന്നൊരു ഫ്രൈയോ പെട്ടെന്നൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമുള്ളൊരു കൂട്ടാൻ ഉണ്ടാക്കാൻ, ഇങ്ങനെ ഇതെല്ലാം പൊളിച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാണേ. അപ്പോൾ നമ്മൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഈവൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമുക്ക് ഇത് വിളമ്പാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ കൊഞ്ച് കഴുകിയത് എടുത്ത് വെച്ചു. കൊഞ്ചിന് ഓൾറെഡി വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ചെയ്യാൻ പോകണത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 ചെറിയ വെളുത്തുള്ളി അതിനടുത്ത്, വെളുത്തുള്ളിയും കൂടെ എടുത്ത് അതിനകത്തോട്ടിടുക. പിന്നെ നമ്മൾ ഒരു പുളിയാണേ, മീൻ പുളി അല്ലെങ്കിൽ മറ്റേ പുളിയാണെങ്കിലും ഇടാം. വാളംപുളി വേണമെങ്കിൽ വാളംപുളി ഇടാം. അതിന് പകരം വിനീഗർ വേണമെങ്കിൽ വിനീഗർ ഇടാം. ഒരു ചെറിയ പുളി മതി, ചെറുതായിട്ട് ഇടുക. പിന്നെ നമ്മൾ മഞ്ഞൾ പൊടി ഇടുക, മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട്, ചെറിയ സ്പൂൺ. നമ്മൾ വിനീഗർ ഉണ്ടെങ്കിൽ കുറച്ച് വിനീഗർ, ഒരു സ്പൂൺ. ഈ അടപ്പിനാണ് ഞാൻ ഇടുന്നത്. അന്നേരം കുറച്ച് സോഫ്റ്റിനാവുകയും ചെയ്യും, ഒരു ചെറിയ പുളി കിട്ടുകയും ചെയ്യും. കൊഞ്ചിലൊരു മയം വരാൻ ഒരു സ്വല്പം വിനീഗർ ഒഴിച്ച് ചൂടാക്കിയാൽ നല്ലതാണ്. ഞാൻ പുളിങ്ങ് മാറ്റി, പുളി നമുക്ക് ലാസ്റ്റിലിടാം. വിനീഗർ മാത്രം മതി. ചിലപ്പം പുളി നമുക്ക് മസാലയുടെ കൂടെ പുളി ഇടാം, ഉള്ളി സവാളയുടെ കൂടെ. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, എന്നാലും എനിക്ക് തോന്നുന്നു പുളി ചിലപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ഒരു തടസ്സമായിട്ടിരിക്കും. ഫ്രൈ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റുന്നുണ്ടേ. അപ്പോൾ പുളി മാറ്റി, വിനീഗർ മാത്രം മതി. തന്നെ പുളിയില്ലാതെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പുളിയില്ലാതെ കൊഞ്ച് ആദ്യമൊന്നും പുളിയില്ലാതെ വേവിക്കണം. വിനീഗർ ഒഴിച്ചാൽ കുഴപ്പമില്ല, എന്നാലും ഇച്ചിരി മയം കിട്ടുമെന്ന്. അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. പുളി ഒന്ന് ഒരു ശകലം ഒന്ന് സോഫ്റ്റ് ആയിട്ട് പുളി ഇടാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട്.
ഇനി ഇതിന് വെള്ളം ഇറങ്ങുമേ. വെള്ളം ഇറങ്ങി ആ വെള്ളത്തിൽ കിടന്ന് വേകും. അമ്മക്ക് അത് അടച്ച് വെക്കാം. ഞാൻ ആ അടുപ്പിലോട്ട് ഇത് മാറ്റിയിട്ട് നമ്മൾ സവാള വറക്കാം. വേറെ അടുപ്പിലോട്ട് അതവിടെ കിടന്ന് ഞാനത് പിന്നെ ഇടയ്ക്ക് കാണിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിപ്പോൾ ഒരു അര കിലോ കൊഞ്ചാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ അവിടെ കിടക്കുന്നു. ശകലം വെള്ളം പാനയിലുണ്ട്, അത് സാരം. കുറച്ച് എണ്ണ ഒഴിക്കുക. ഈ സവാള ഇത്രയും ഒരു 2 സവാള എടുത്ത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടു, 3 വെളുത്തുള്ളി അരിഞ്ഞിട്ടു. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് വഴറ്റണം. തീ കൂട്ടി വെച്ച് എളുപ്പം വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ തീ കൂട്ടി വെച്ചേക്കാം. എളുപ്പം ഒരു ചെറിയ ബ്രൗൺ കളറാക്കണം. കൊഞ്ച് അടുപ്പിൽ വെച്ചിട്ട് വെള്ളം തന്നെ ഇറങ്ങിയതാണ്. നമ്മൾ ഒരു ചെറിയ സ്പൂൺ വിനീഗർ മാത്രമേ ഒഴിച്ചുള്ളൂ. അത് നല്ല വെള്ളമുണ്ട്, ഏകദേശം പകുതിയോളം വെന്തു. അപ്പോൾ ഇനിയിപ്പോൾ ഞാനത് തുറന്ന് വെച്ച് വേവിക്കാൻ പോവാണ്. മറ്റേ അടുപ്പിലായിട്ട് ഇവിടെ കാണാൻ പറ്റുകയില്ല. ഇതിപ്പോൾ ഇതും കൂടെ പറ്റുന്ന കുറച്ച് പകുതിയോളം വെന്തു. ഇനിയിപ്പം നമ്മൾ തുറന്ന് വെച്ച് ബാക്കിയുടെ വേവിക്കും. വെള്ളം ഒന്ന് പറ്റാൻ, അല്ലെങ്കിൽ വെള്ളം പറ്റാതിരിക്കും. അടച്ച് സവാള ഒരുവിധം ലൈറ്റ് ബ്രൗൺ ആയി, ഒരുവിധം നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് എളുപ്പമായിരുന്നു. തീ കൂട്ടി വെച്ച് ഞാനങ്ങ് ഫ്രൈ എന്ന് പറഞ്ഞാൽ വഴറ്റി ചെറിയ പീസായിട്ടാണ് അരിഞ്ഞത് സവാളയുടെ. അപ്പോൾ ഇനി നമ്മൾ ഒരു ടൊമാറ്റോ ഇടാം. ഞാൻ 2 ടൊമാറ്റോ ഇവിടെ അരിഞ്ഞു, പക്ഷേ ഒരു ടൊമാറ്റോ ഇടാം. ഒത്തിരി ടൊമാറ്റോ ആയാലും മധുരിക്കും. അപ്പോൾ ഒരു ചെറിയ ടൊമാറ്റോ, അധികം പഴുക്കാത്ത ടൊമാറ്റോ ഇടും. അപ്പോൾ 2 പച്ചമുളകും കൂടെ ഞാനിവിടെ മുറിച്ച് വെച്ചു. പച്ചമുളക് വേണമെങ്കിൽ ആദ്യം ഇടാം. എണ്ണയ്ക്കകത്ത് കിടന്ന് അതിൻ്റെ മണം വരുമ്പോൾ തിമ്മണമെന്നുള്ളതുകൊണ്ട് ഞാൻ ലാസ്റ്റിലാണ് പച്ചമുളക് ഇടുന്നത്. അപ്പം കറിവേപ്പില ഇട്ടു. നമുക്കിനി പുളി ലാസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് വഴറ്റുക. കൊഞ്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ടൊമാറ്റോ ഒന്ന് വഴലട്ടെ. അപ്പം നമുക്ക് വഴലാൻ ഒരു 2 മിനിറ്റ് എടുക്കും. കൊഞ്ച് വേകാൻ 5 മിനിറ്റ് മതിയെന്നാണ് പറഞ്ഞു. 3 മിനിറ്റ് ഇവിടുത്തെ ഓസ്ട്രേലിയക്കാർ കൊഞ്ച് 3 മിനിറ്റേ വേവിക്കത്തുള്ളൂ. നമ്മൾ ഒരു 5-8 മിനിറ്റൊക്കെ വേവിക്കും. നാട്ടിലെ കൊഞ്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കും. പക്ഷേ 10 മിനിറ്റ് മതിയെന്ന നാട്ടിലുള്ള ഷെഫുമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ അവർ വേവിക്കത്തുള്ളതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു സോഫ്റ്റ് ആകുന്നത് വരെ വേവിക്കും. ഇതൊരു സോഫ്റ്റായി, കൊഞ്ച് സോഫ്റ്റായപ്പോൾ ഞാനതങ്ങ് ഓഫ് ചെയ്തു. എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയുടെ ഒരു സൈഡിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഈ മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി ഞാൻ ആദ്യം കൊഞ്ചിൻ്റെ കൂടി ഇട്ടതായിരുന്നു. ഇനി ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഇട്ടു. മഞ്ഞൾ പൊടി ഇട്ടായിരുന്നു, ഈ മഞ്ഞൾ പൊടി വേണ്ട. ഇനി 1/2 കിലോ കൊഞ്ചിന് നമ്മൾ എല്ലാം ഏകദേശം കണക്കാണ്. 1 സ്പൂൺ മുളക് പൊടി ചുമന്നിരിക്കണം. അത് അധികം വഴറ്റരുത്, അധികം മൂപ്പിക്കരുത്. പെട്ടെന്ന് നമുക്ക് എടുക്കണം. ചുമന്നിരിക്കും. എണ്ണയ്ക്കകത്ത് കിടന്നു.
ഇനി നമ്മൾ കുറച്ച് ഗരം മസാല ഇടുക. ഗരം മസാലയൊന്നും അധികം മൂത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് മതി. ഒരു 1/2 സ്പൂൺ പൊടിപ്പിച്ച് വെച്ചതാണ്, ഹോം മസാല, വീട്ടിലെ മസാല. അതങ്ങ് അടച്ച് വെച്ചേക്കാം. ഗരം മസാലയൊക്കെ എപ്പോഴും അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു നല്ല മണം വരുന്നുണ്ട്. മുളക് പൊടിയുടെ പച്ചച്ചവ മാറുന്നിടം വരെ ഒന്ന് വഴറ്റണം. എന്നാൽ അതിൻ്റെ കളറും പോകരുത്. കളറ് പോയാൽ അത്രയും രസമില്ല കാണാൻ. ഓക്കെ, ഇനി വെള്ളം ഒഴിക്കുക. നമ്മൾ ഈ മുട്ട മസാലയൊക്കെ വെക്കുന്ന അതുപോലൊക്കെ ഏകദേശമൊക്കെ അതിൻ്റെ പ്രിപ്പറേഷൻ. മുട്ട മസാലയ്ക്ക് ഇതുപോലെയാണല്ലോ. ആദ്യം സവാള വഴറ്റുക, പിന്നെ ആ സവാള വേവിക്കുക, അതുപോലത്തെ പ്രൊസീജിയർ. ടൊമാറ്റോയൊക്കെ ഒന്ന് അലിയണം. എല്ലാം ഒന്ന് വേകുന്നിടം വരെ ഒന്ന് വെള്ളം ഒഴിച്ച് വേവിക്കുക. ഇനി ഉപ്പിടുക. ഉപ്പ് ആവശ്യത്തിന് ഇടുക. കൊഞ്ചിൻ്റെ കൂടെ ഉപ്പിടരുത്. സാധാരണ ഉപ്പൊക്കെ ഇട്ട് അത് കല്ലിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉപ്പിടാതെ നമ്മൾ ജസ്റ്റ് വിനീഗർ മാത്രം ഒഴിച്ച്, വിനീഗറും മറ്റേ മഞ്ഞളും ഒക്കെ ഇട്ട് മല്ലിപ്പൊടി ഇട്ടു, അങ്ങനെ മാത്രം ഉപ്പിടാതെ കൊഞ്ച് വേവിക്കണം. ഏത് കറി ഉണ്ടാക്കുമ്പോൾ കൊഞ്ച് അങ്ങനെ ഒന്ന് വേവിച്ച് നോക്കണമേ. ആദ്യം ഒന്ന് ഉപ്പും പുളിയും ഒന്നും ഇടാതെ ഒന്ന് വേവിക്കുമ്പോൾ നല്ല മയം കിട്ടും. അതവിടെ കിടന്ന് വേകട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊഞ്ചിനെ ഒന്ന് ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇടുവാണേ, അത് കാണിക്കാം. ഈ സമയത്താണ് നമ്മൾ പുളി ഇടുന്നത്, അത് മറന്നുപോയില്ല. പുളി ഇവിടെ കിടന്ന് വേകട്ടെ. കാരണം ഒരു ചെറിയ പുളി വേണ്ട, കൊഞ്ചിനൊരു മധുരമൊക്കെ ഉണ്ട്. അപ്പം ഒരു പുളിയാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് ആവശ്യത്തിന് പുളി ഇടാം. പുളി ഇല്ലാത്തവർക്ക് വാളംപുളി ഇടാം, വിനീഗർ ഇടാം, ഏത് വേണമെങ്കിലും ഒരു ചെറിയ പുളി രസത്തിന് വേണ്ടി പച്ച ടൊമാറ്റോ വേണമെങ്കിൽ ഇടാം, എന്താ വേണമെന്നാലും ഇടാം. അപ്പോൾ അത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക, ആ പുളികൾ കൊണ്ട് ഇറങ്ങട്ടെ. ഈ എണ്ണ തെളിയുന്നിടം വരെ അത് വഴറ്റുക. ഇതിങ്ങനെ കിടക്കും, വെള്ളം പറ്റിക്കുക. ഇത് എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിയുന്നിടം വരെ അത് വഴറ്റുക. ഇനി ഇത് മാറ്റുക. എല്ലാം എണ്ണ തെളിഞ്ഞ് നല്ലതായിട്ട് അലിഞ്ഞു. ഉള്ളിയൊക്കെ തക്കാളി എല്ലാം നല്ലതായിട്ട് അലിഞ്ഞു. ഇനി നമ്മൾ കൊഞ്ച് താണ്ട വേവിച്ച് വെച്ചു. അത് നല്ലതായിട്ട് സോഫ്റ്റായി. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കൊഞ്ച് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുറച്ചും കൂടെ മയം വരും. ഇവിടുത്തെ ഇത്രയേ ഉള്ളൂ. അത്ര വേവിച്ചാലും ഒന്നുകൂടെ കല്ലിച്ച് പോകത്തേ ഉള്ളൂ ഇനി വേവിച്ചാൽ. അപ്പം നമ്മളിനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ സ്പൂൺ തന്നെ നമുക്ക് എടുക്കുക. ആ തവിയത്. അപ്പോൾ ഇതെല്ലാം തന്നെ അടിക്കൊന്നും പിടിക്കാതെ എടുക്കണമേ. ഇത് നമുക്കിനി ഓയിൽ ഒഴിച്ച് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോകാതെ വേണമേ മൂപ്പിക്കാതൊക്കെ.
ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ട് വറുത്തോണ്ട് വഴിച്ചുകൊണ്ട് അടിക്ക് പിടിച്ചില്ല. ഇനി നിങ്ങൾക്ക് മസാല ഒന്ന് ചെറിയ ചൂടിലൊന്ന് ഇളക്കാം, ഒന്ന് യോജിക്കാനായിട്ട്. നമ്മൾ മുട്ട ഇട്ടിട്ടൊന്ന് ഇത് ചെയ്യത്തില്ല, അതുപോലെ നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. ഇനിയിപ്പോൾ ഒരു ചെറിയ തിളച്ച വെള്ളം കൂടെ കുറച്ച് വേണമെങ്കിൽ ഒഴിച്ച് ഒന്നുകൂടെ ചൂടാക്കുക. ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് കുറച്ച് പെരുംജീരകപ്പൊടി, ഓരോ സ്പൂൺ, 1.5 സ്പൂൺ ചേർക്കും. നമ്മൾ ഗരം മസാല 1 സ്പൂണോളം ചേർത്തല്ലേ, ചെറിയ 1/2 സ്പൂൺ ചേർക്കും. അപ്പം ഈ പെരുംജീരകം പൊടിച്ച് വെച്ചിരിക്കുകയാണ്, ചെറുതായിട്ടൊന്ന് വഴറ്റി പൊടിച്ച് വെക്കും. കൊഞ്ചും പെരുംജീരകവും തമ്മിൽ ഭയങ്കര കോമ്പിനേഷനാണ്, ചേർച്ചയാണ്. അവർ രണ്ടും കൂടെ ഭയങ്കര ചേർച്ചയാണ്. ഏതിനും കൊഞ്ചിനും എപ്പോഴും ഞാനെപ്പോഴും ഒരു ശകലം പെരുംജീരകപ്പൊടി ചേർക്കും. പിന്നെ ഒരു മണവും മസാലയൊക്കെ കിട്ടും. ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. അപ്പോൾ 1 സ്പൂൺ ഇട്ട് അത് പുളി വേണമെങ്കിൽ നമുക്ക് എടുത്ത് കളയാമേ. അപ്പോൾ നല്ല അടിപൊളി കൊഞ്ച് റോസ്റ്റ് റെഡി. ഇനിയും വേറൊരു വിഭവവുമായി അടുത്ത പ്രാവശ്യം വരാം. അതുവരെ ബൈ.